ഹായ് ഗായ്സ്, മൈ വേൾഡ് ബിസിനസ് ജസ്പേഡ് ഇൻ്റർനാഷണലിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കാരണം ഒരുപാട് പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കോള് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. അതായത് ഇപ്പോൾ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു 1000-ൽ പരം ആളുകൾ എന്നെ കോൾ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ ഞാൻ മറുപടി കൊടുത്ത് അവർ ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്കിത് ജെന്യൂനാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് നിങ്ങളിത് ചിലപ്പോൾ സ്വാഭാവികമാണ്, ആളുകൾ പറയും ഇത് കള്ളത്തരമാണ്, പറ്റിക്കലാണ് എന്നൊക്കെ പറയും. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തതല്ല. അതായത് എനിക്ക് കോളുകൾ വരുമ്പോൾ ഒരു കോള് സംസാരിച്ച് വരുമ്പോൾ അടുത്ത കോള് കയറിക്കൊണ്ട് തന്നെയാണ്. പിന്നെ അതുകൂടാതെ എനിക്ക് കമ്പനിയുടെ പ്രോഗ്രാം എനിക്ക് രാവിലെ 8 മണി തുടങ്ങി 10 മണി വരെ ഉണ്ട്. പിന്നെ രാത്രി 8 മണി തുടങ്ങി 10 മണി വരെ ഉണ്ട്. അപ്പോൾ എൻ്റെ സമയം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതിന് ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾ വിളിക്കുക. പിന്നെ ഞാൻ എടുക്കാതെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ടീമുകളുണ്ട്. അതായത് ടീം വർക്കാണിത്. ഈ ടീമിലുള്ള ആളുകൾക്കും എനിക്ക് വർക്ക് കൊടുക്കണം. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം പേർക്കാണ് കമ്പനി ഈ ഒരു അവസരം കൊടുക്കുന്നത്. അതിൽ 2 ലക്ഷം പേര് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട്. വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടണ്ട. ഞാനിതിന് മറുപടി തരും. നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ശരിക്കും നിങ്ങൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് എന്താ പറയുക, 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടിൽ കുത്തിയിരുന്ന് ശരിക്കും പറഞ്ഞാൽ കാവൽ പട്ടികളെ പോലെ നമ്മളെ വീട്ടിലാക്കിക്കൊണ്ട് മക്കൾ പോണ അവസ്ഥയുണ്ട്. ചിലരത് മക്കൾ നോക്കുന്നുണ്ട്, ചിലരത് ഇതേപോലെ വിഷമിച്ച് നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ഒരു കമ്പനി നമുക്ക് തന്നത്. കാരണം ഇപ്പോൾ ഈ കമ്പനിയിൽ 2 ലക്ഷം പേരുള്ളതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് വർക്ക് ചെയ്യണത്. പുരുഷന്മാരുണ്ട്, പുരുഷന്മാർക്കുണ്ട് അവസരം. പക്ഷേ എങ്കിലും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം സ്ത്രീകൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കമ്പനി അവസരം തന്നപ്പോൾ സ്ത്രീകളാണത് ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് പേര് ഇതിലൂടെ ജീവിക്കുന്നുണ്ട്, കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ട്. അതായത് കാറ്, 2 വീലർ, എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മുടെ കുടുംബത്തുണ്ടോ അതെല്ലാം ഈ കമ്പനിയിലൂടെ നമുക്ക് കഴിഞ്ഞു പോകാൻ പറ്റും. പക്ഷെ ഒന്ന് പഠിക്കണം. നമ്മളതൊന്ന് പഠിച്ച് മനസ്സിലാക്കി എടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കിതിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാൻ എടുത്തില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് എന്നെക്കൊണ്ടായ എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരും. പിന്നെ നമ്മുടെ കമ്പനി നമ്മളെ പഠിപ്പിക്കുന്ന ചില വാക്കുകൾ, അതായത് എനിക്കധികം വിദ്യാഭ്യാസമില്ല, അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ കമ്പനി പഠിക്കുന്ന ചില വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊക്കെയാണ്. പക്ഷെ അതെല്ലാം ഞാൻ മലയാളത്തിൽ എഴുതിയെടുക്കും. ഇപ്പോൾ നമ്മുടെ കമ്പനി പറയുന്നുണ്ട്, അതായത് നമുക്ക് പണമുള്ളവർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാം, പണം ഇല്ലാത്തവർക്ക് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാം. അപ്പോൾ പണം ഇല്ലാത്തവരെ കമ്പനി തള്ളിക്കളയണില്ല. ഇപ്പോൾ എന്നെ കോൾ ചെയ്ത 1000-ൽ പരം ആളുകൾ എനിക്ക് അത്ഭുതം വന്നു. കാരണം ഇവരെല്ലാം ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ആരും കഷ്ടപ്പെടരുത്. പിന്നെ കേരളത്തിൽ ഇതേപോലൊരു കമ്പനി 10 ലക്ഷം പേർക്ക് വരുമാനം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. അത് നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമുക്ക് കിട്ടൂല. നമ്മൾ ഇതിനായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ 2 വർഷം ഞാൻ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇതുപോലെ ഒരു ഇൻകം കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളും അതേപോലെ ഒന്ന് ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് ഈ കമ്പനിയിൽ. പിന്നെ ഇപ്പോൾ എൻ്റെ കമ്പനി പറയുന്നുണ്ട്, മണി തിയറി പറയുന്നുണ്ട്. മണി തിയറിയിൽ പറയണത് മേക്ക് മണി, ഇൻവെസ്റ്റ് മണി, സ്പെൻഡ് മണി. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും, അതെല്ലാം നമ്മൾ ചിലവാക്കി കളയും. പക്ഷേ ആ കഷ്ടപ്പെടുന്ന പൈസയിൽ നിന്ന് നമ്മളൊരു 10 രൂപയെങ്കിലും നമ്മളത് ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻവെസ്റ്റിലൂടെ കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്യണില്ല, നമ്മളെല്ലാവരും കിട്ടുന്ന പണം ചിലവാക്കി കളയണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ മാനേജ്മെൻറ്റ് പഠിപ്പിച്ച് തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയിലും മാനേജ്മെൻറ്റിനെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നമ്മൾ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടോ ചെയ്തു തന്നില്ല. ഈ മേളിലിരിക്കുന്ന ആളുകളാണ്
ട്രെയിനർമാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ ട്രെയിനർമാരല്ല പഠിപ്പിക്കണം, മാനേജ്മെൻറ്റാണ് പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് ലൈക്കും ഒരുപാട് കമൻറ്റും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. MLM കമ്പനിയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ടീം വർക്കാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും ഒരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.